NDA പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള വിജയം അവർക്ക് നേടിക്കൊടുത്തു. അതോടൊപ്പം തന്നെ മഹാസഖ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പരാജയത്തിലേക്ക് അവർ വീഴുകയും ചെയ്തു. ഇതാണ് ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇപ്പോൾ മഹാസഖ്യം നിലവിലെ സീറ്റിൽ നിന്നും 80 സീറ്റ് കുറഞ്ഞ് 35 എന്ന സീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ NDA ആകട്ടെ 80 സീറ്റ് വർദ്ധിപ്പിച്ച് 202 എന്ന സീറ്റിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഇപ്പോൾ രാഘവപൂരിൽ തേജസ്വി യാദവ് വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും പുതുതായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം നേരത്തെ അദ്ദേഹം സീറ്റിൽ തോൽക്കുകയാണ് എന്നുള്ള ആദ്യം ട്രയൽ മാറി മാറി ഫലം വന്നിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം പിന്നിലാണെന്നുള്ള വാർത്തകളാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ രാഘവപൂരിൽ തേജസ്വി യാദവ് വിജയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരാജയത്തിൽ, മഹാഗഠബന്ധൻ്റെ ഒരു പരാജയത്തിലേക്കും NDAയുടെ വിജയത്തിലേക്കും ഒന്ന് കട്ടോടിച്ചാൽ പ്രധാനമായും നമുക്ക് മനസ്സിലാകുന്നത്, ഒന്ന്, ഒരു ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, സഖ്യകക്ഷികളുടെ സീറ്റുകൾ കൃത്യമായി വിഭജിച്ച് നൽകി തർക്കങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി നമുക്ക് NDA ക്യാമ്പിൽ പറയാനുള്ളത്. രണ്ടാമത്തെ, സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായിരുന്നു. 29 സീറ്റ് അദ്ദേഹത്തിന് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് നൽകിയപ്പോൾ അതിനെ നിതീഷ് എതിർത്തെങ്കിൽ പോലും നിതീഷിനെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി 29 സീറ്റ് അവർക്ക് നൽകാൻ കഴിഞ്ഞു. അതിൽ 24 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് JDUവും BJPയും ഒരേപോലെ സീറ്റിൽ മത്സരിക്കുന്നത്. ആ മുന്നണിയിൽ വല്യേട്ടൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് JDU ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ 101 എന്ന രീതിയിലേക്ക് അവർ എത്തുകയായിരുന്നു. അതിന് മത്സരിക്കാൻ നിതീഷ് കുമാർ തയ്യാറാകുകയായിരുന്നു. അതുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമായി NDAക്ക് കിട്ടി. ഇതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് പദ്ധതികളാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നിക്ഷേപിച്ചതും സ്ത്രീകൾ ഒരു 10% അധികം വോട്ട് ചെയ്യാൻ എത്തിയതും ഉൾപ്പെടെ NDAക്ക് അനുകൂലമായി. അതേസമയം SIR നടപ്പാക്കിയതിന് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു. നമ്മൾ യാത്ര ചെയ്തപ്പോൾ തന്നെ പല ബൂത്തുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്ന് അവർക്ക് വോട്ടില്ല എന്ന് പറയുന്നത് ഒരു ബൂത്തിൽ നിന്നും ഏകദേശം ഒരു 5 പേരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പല നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും ചൂണ്ടിക്കാട്ടുന്നത് ഒരു ബൂത്തിൽ കുറഞ്ഞത് 10 വോട്ടെങ്കിലും ഈ തരത്തിൽ വോട്ട് റദ്ദായി പോയിട്ടുണ്ട് എന്നാണ്. ഇത് കൂടുതലും യാദവ്, പാസ്വാൻ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളാണ് പോയിരിക്കുന്നത്. അത് ഒരുപക്ഷെ അത് മഹാഗഠബന്ധന് ലഭിക്കേണ്ട വോട്ടുകളായിരിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് അന്ന് തന്നെ അവർ നൽകിയിരുന്നത്. ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ജയപരാജയങ്ങൾ ബീഹാറിൽ നിശ്ചയിക്കപ്പെട്ടത്. സുമോദ്, ഈ വോട്ട് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഈ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ വീതം അയക്കുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ NDAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ സമയത്തൊക്കെ ഈ വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നു. ഈ സമയത്തൊക്കെ കോൺഗ്രസും RJDയും എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നില്ലേ? അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ പോരായ്മ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ലേ? നൗഫൽ, ഈ വോട്ട് അധികാർ യാത്ര നടത്തിക്കൊണ്ടിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് അവിടെ ബീഹാറിൽ ലഭിച്ചിരുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന ആ ജീപ്പിൻ്റെ ഡ്രൈവറായിട്ടായിരുന്നു തേജസ്വി യാദവ് എത്തിയിരുന്നത്. മാത്രമല്ല, ഇരുവരും ഇരുചക്ര വാഹനങ്ങളിൽ പോയ ഒരു വീഡിയോയും വളരെ തരത്തിൽ വ്യാപകമായി വൈറലായിരുന്നു. പക്ഷേ സീറ്റ് ചർച്ച എന്നതിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഒരു 10 സീറ്റെങ്കിലും കുറച്ച് ഈ മുന്നണിയിൽ നൽകാൻ കഴിയൂ എന്ന നിലപാടാണ് എടുത്തിരുന്നത്. ആദ്യം 55 സീറ്റ് നൽകാമെന്നാണ് തേജസ്വി യാദവ് പറഞ്ഞ് അത് നിരന്തരം ചർച്ച നടത്തിയതിനു ശേഷം 61 സീറ്റിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ആ സീറ്റിൽ പോലും ഇപ്പോൾ വിജയം ഉറപ്പാക്കിയിരിക്കുന്നത് ഒരു സീറ്റിൽ മാത്രമാണ്. ഈ തരത്തിലുള്ള മുന്നണിയിലെത്താൻ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതുകൂടാതെ എയർപോർട്ടിൽ വരെ കയ്യാങ്കളി ഉണ്ടായിരുന്നു. AICCയുടെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ചാർജുള്ള കൃഷ്ണ ലാവൂരിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു PCC പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ കയ്യാങ്കളി നടത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം വലിയ തരത്തിലുള്ള ഒരു അവിശ്വാസത്തിലേക്കാണ് നയിച്ചത്. മാത്രമല്ല, 11 സീറ്റിൽ ഈ
മുന്നണിയിൽപ്പെട്ടവർ തന്നെ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു 2 മാസം മുമ്പ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ ഈ കയ്യാങ്കളിയിലൂടെയും ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ ഓരോ പോരായ്മകളിലൂടെയും വലിയ തരത്തിലുള്ള അവിശ്വാസം ജനങ്ങളിലേക്ക് പടർത്താൻ കാരണമായി. ഇതുകൂടാതെ ഈ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു 10,000 രൂപ എന്നുള്ള ഒരു സംഭവം സ്ത്രീകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് വലിയ തരത്തിലുള്ള ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കാരണമായിട്ട് തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടത്. അതുകൂടി ഇവിടെ ബീഹാറിൽ വിജയിച്ചിരിക്കുകയാണ്.